ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. കർക്കിടകത്തിലെ ദുർഘടമെല്ലാം മാറി ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു അല്ലേ, പ്രകൃതിയും നമ്മളും എല്ലാം. അങ്ങനെ വരാനിരിക്കുന്ന ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പൂവിൻ്റെ വലിയ കഥയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടാലും. അങ്ങനെ പറഞ്ഞ് ഓണം ഇങ്ങെത്തി. ഇനി ഓണപ്പാട്ട്, ഓണക്കളി, ഓണപ്പൂവ്, അങ്ങനെ എല്ലാം ഓണമയമാണ്. തുമ്പപ്പൂ ഇല്ലാതെ എന്തു ഓണം അല്ലേ? തുമ്പപ്പൂ ഇല്ലാതെ ഓണപ്പൂക്കളം പാടില്ല എന്നാണ് പഴയ നിയമം. പണ്ടത്തെ പോലെ പൂക്കളിറുത്തും തൊടിയിലലഞ്ഞും നടന്നിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കിന്നില്ല അല്ലേ? അതുകൊണ്ട് തന്നെ തുമ്പപ്പൂ എന്ന കേട്ടറിവേ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ. പൂക്കളത്തിൽ തുമ്പപ്പൂവിനാണ് ഏറെ പ്രാധാന്യമെന്ന് അറിയാത്ത മലയാളികളുണ്ടോ? അതുപോലെ തന്നെ ഓണത്തിന്റെ പിന്നിലെ കഥയും എല്ലാ മലയാളികൾക്കും കാണാപ്പാടാണ് അല്ലേ? ഏറെ പ്രാധാന്യമുള്ളതും ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള നമ്മുടെ തുമ്പപ്പൂ ഇന്ന് തൊടികളിലോ മുറ്റത്തോ പറമ്പിലോ കാണാൻ പോലും ഉണ്ടാവില്ല അല്ലേ? തൊടിയെന്നോ പറമ്പോ എന്നോ പറയാൻ മാത്രം ഇല്ലതാനും. അത്രയും വിശേഷങ്ങളുള്ള ആ ഒരു കുഞ്ഞു പൂവിൻ്റെ വലിയ കഥയാണ് ഞാൻ പറയാന്ന് പറഞ്ഞത്. കഥ കേൾക്കണ്ടേ? വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണല്ലോ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാനായി ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. പ്രജകൾ എന്ന് പറയുമ്പോൾ മണ്ണും കല്ലും പുല്ലും പുഷ്പവും തുടങ്ങി മനുഷ്യനും എല്ലാവരും ചേർന്നതാണ്. അങ്ങനെ ആ തിരുവോണം നാളിനായി എല്ലാവരും കാത്തിരിക്കും. അത്തം തുടങ്ങിയാണ് തിരുവോണം വരെ ആളുകൾ അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് സജ്ജമായി ഒരുങ്ങാനായിട്ട് എടുക്കുന്ന ആ സമയങ്ങൾ. അന്തരീക്ഷമൊക്കെ നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു തിരുവോണം നാളില്, ചിങ്ങമാസത്തിൽ തിരുവോണം നാളില് നമ്മുടെ എല്ലാ പൂക്കളും ഇതുപോലെ അണിഞ്ഞൊരുങ്ങി നിന്നു. കാണാൻ നല്ല ഭംഗിയുള്ള മണമുള്ള പൂക്കൾ എല്ലാവരും. ആ കൂട്ടത്തില് തൊടിയിൽ നിന്നും നമ്മുടെ തുമ്പപ്പൂവും അദ്ദേഹത്തെ കാണാനായി ഇവരുടെ അരികിലായി എത്തി. അങ്ങനെ തുമ്പപ്പൂവിന് സ്വയം ഒരു ജാളിത തോന്നി. മറ്റുള്ളവരെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല എടുപ്പുണ്ട്, നല്ല മണമുണ്ട്. അങ്ങനെ ഒരു ചമ്മലോ ജാളിതയോ ഒക്കെ തോന്നിയപ്പോൾ അവൾ സ്വയം ഒന്ന് ഒതുങ്ങി നിന്നു. അപ്പോ മറ്റെല്ലാ പൂക്കളും അവളെ കളിയാക്കാൻ തുടങ്ങി. നീ എന്ത് വേഷത്തിലായി വന്നിട്ടുള്ളത്? നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, നിന്നെ ഒരു വൃത്തിയില്ല, നിനക്കൊരു മണമില്ല, നീയാണോ അദ്ദേഹത്തെ കാണാൻ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ആ സമയത്ത് മഹാബലി തമ്പുരാൻ എല്ലാവർക്കും സ്നേഹാദരങ്ങൾ കൈമാറി ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കാണണ്ടേ? ആ സമയത്ത് ഇവരുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അദ്ദേഹം അത് കാണുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. വിഷമിച്ചു നിൽക്കുന്ന തുമ്പപ്പൂവിനെ അദ്ദേഹം കുനിഞ്ഞ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂർധാവിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇനി മുതൽ എന്നെ വരവേൽക്കാൻ നീ വേണം മുന്നിൽ നിൽക്കാൻ. ഇനി വരും നാളുകളിലെ ഓണത്തിന് നിനക്കാണ് ഏറെ പ്രാധാന്യമെന്ന്. അങ്ങനെയാത്രേ തുമ്പപ്പൂവിന് ഓണത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നത്. മറ്റൊരു കഥ ഇങ്ങനെയാണ്. മഹാബലി തമ്പുരാൻ വലിയൊരു ശിവഭക്തനായിരുന്നു അത്രേ. ശിവഭഗവാന് ഏറെ പ്രിയമുള്ള തുമ്പപ്പൂ അതിനാലാണ് ഓണം നാളിൽ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ്. ഈ കഥകളാണ് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാര് പറഞ്ഞു തന്നിട്ട് കേട്ടിരിക്കുന്നത്. ഇതേ സാരാംശം വരുന്ന ഒരു കവിത നമ്മുടെ പ്രശസ്ത കവി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് പാഠപുസ്തകങ്ങളൊക്കെ വന്നിട്ടുള്ള കവിതയാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ട് അല്ലേ? ഇത് കൂടാതെ വലിയൊരു ഐതിഹ്യ കഥ ഒന്നുകൂടെ ഉണ്ട് ഇതിന്റെ പിന്നില്. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. അതായത് നമ്മുടെ മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് അയക്കും മുമ്പ് വാമനമൂർത്തി വരം കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചിങ്ങമാസത്തിൽ പ്രജകളെ കാണണം എന്ന് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
പണ്ട് തുമ്പപ്പൂ പൂക്കാറില്ലായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ പൂജയ്ക്കും എടുക്കാറില്ലായിരുന്നു. അങ്ങനെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഈ തുമ്പപ്പൂവ് പൂക്കണമെന്നും അത് പൂജയ്ക്ക് എടുക്കണമെന്നുമാണ് നമ്മളുടെ മഹാബലി തമ്പുരാൻ അന്ന് ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ ആ ഒരു അസ്പർശ്യത മാറ്റിയെടുത്തത് മഹാബലിയുടെ നിർദ്ദേശപ്രകാരം വാമനമൂർത്തിയുടെ രൂപത്തിൽ വന്ന മഹാവിഷ്ണു ഭഗവാനാണ്. അങ്ങനെ അത്രേ ഓണത്തിന് നമ്മുടെ തുമ്പപ്പൂവിന് ഇത്രയേറെ പ്രാധാന്യം വന്നത്. അതുപോലെ തന്നെ പൂക്കളം ഒരുക്കുന്നതിനും ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആദ്യ ദിവസമായ അത്തപ്പൂക്കളത്തിൽ ഈ തുമ്പപ്പൂ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധവും ഉണ്ട്. കാരണം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലോ ഓണത്തിന്. അപ്പോൾ അത്തപ്പൂക്കളത്തിന്റെ അന്ന് ഒന്നുകിൽ ഈ വെളുത്ത പൂക്കൾ മാത്രം എടുത്തുകൊണ്ട് ഒറ്റ വരിയായിട്ട് നമ്മൾ കളം ഒരുക്കണം. പിന്നെ പിന്നെ കളങ്ങളുടെ ദിവസങ്ങൾ ചെല്ലുന്തോറും ആ ഒരു പൂക്കളുടെ വരിയുടെ നിരയുടെ എണ്ണം നമുക്ക് കൂട്ടിയെടുക്കാം. കളറും മാറ്റി മാറ്റി എടുക്കാം. ആദ്യത്തെ ദിവസം ഈ വെള്ളപ്പൂ മാത്രമേ പാടുള്ളൂ അത്രേ. പലയിടത്തും പല രീതിയിലാണ് ആളുകൾ ഇതിങ്ങനെ ചെയ്യാറുള്ളത്. ഞങ്ങളുടെ ഇവിടെ ആദ്യത്തെ ദിവസം അത്തപ്പൂക്കളത്തിന് നമ്മൾ ചാണകം കൊണ്ട് കളം മെഴുകിയതിന് ശേഷം ഒരു തുമ്പക്കൊടിയും ഒരു തുളസിക്കതിരും അതുപോലെ തന്നെ നമ്മുടെ ഒരു മുക്കുറ്റി ചെടിയും കൂടെ മൂന്നും കൂടെ ഒരുമിച്ച് ആ സെന്ററിൽ കുത്തിവെക്കാറാണ് പതിവ്. തുമ്പപ്പൂവിന്റെ റോള് ഇവിടം കൊണ്ട് തീരുന്നില്ല. നീണ്ടു നീണ്ടു കിടക്കയിലെ ദിവസങ്ങള്. അങ്ങനെ നമ്മള് 9-ാം നാള് ഉത്രാടത്തിന്റെ അന്നാണല്ലോ നമ്മൾ ഓണം കൈക്കൊള്ളാന്ന് പറയും, അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ കൂട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറയും. ആ ദിവസം നമ്മൾ വൈകിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ കളങ്ങളൊക്കെ നല്ല ഭംഗിയിൽ മെഴുകി കോലങ്ങളൊക്കെ വരച്ച് ശേഷം അതിന്റെ സെന്ററിൽ ഒരു മുട്ടിപ്പലക വെക്കും. അതിന്റെ മീതെ തൂശനിലയിൽ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള തൃക്കാക്കരയപ്പനെ ഇരുത്തും. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ ഇറുത്ത് കൊണ്ടുവന്നിട്ടുള്ള തുമ്പപ്പൂക്കളാണ് നിറയെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എവിടെയാണോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരേക്കും ഈ തുമ്പപ്പൂക്കൾ കൊണ്ട് നമ്മളൊരു പാതയും ഒരുക്കാറുണ്ട്. അത്രയും അധികം ഈ തുമ്പപ്പൂവിന് പ്രാധാന്യമുണ്ട്. അന്ന് തുമ്പപ്പൂ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. മാത്രമല്ല, തൃക്കാക്കരപ്പന് ഏറെ പ്രിയമുള്ള ഈ തുമ്പപ്പൂ അടയിൽ ഫില്ലിംഗ് ആയി വെച്ചുകൊണ്ടാണ് നമ്മൾ പൂവട എന്ന് പറയും, പൂവട ഉണ്ടാക്കിയിട്ട് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത്. അതും നമ്മൾ തൃക്കാക്കരപ്പനെ ഇരുത്തിയിട്ടുള്ള ആ തുമ്പപ്പൂക്കളുടെ ഒരു കൂന പോലെ ആയിട്ടുണ്ടാവുമല്ലോ തൂശനിലയിൽ മുഴുവൻ, അതിന്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഈ അട വെക്കാറുണ്ട്. ചുട്ടിട്ടോ പുഴുങ്ങിയിട്ടോ ആവാം. ഇവിടങ്ങളിൽ പതിവ് ചുട്ടെടുക്കാറാണ് കേട്ടോ. പൂവട ചുട്ടെടുക്കാറാണ് പതിവ്. ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ തുമ്പച്ചെടി ഒരു ഗുഡ് ലക്ക് പ്ലാന്റ് ആണ്. നമ്മുടെ വീടുകളിലേക്ക് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് ഒരു വിശ്വാസം. മിക്ക ഹൈന്ദവ വീടുകളുടെയും മുൻവശത്തായിട്ട് തുമ്പച്ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അത് കണി കാണുന്നത് നല്ലതാണത്രേ. അതുപോലെ തന്നെ നമ്മുടെ തുളസിയോടൊപ്പം ഇത് നട്ടു വളർത്താറുണ്ട്. ഞാനും ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് തുളസിത്തറയില് തുളസിയും തുമ്പയും അതുപോലെ മൂക്കുറ്റിയും മഞ്ഞളും ഒരുമിച്ച് വളർത്തുന്നത് വളരെ നല്ലതാത്രേ. ഈ കഥയിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. അത് കമന്റിലൂടെ കൂട്ടിച്ചേർക്കാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാവുന്നവര് അതും കമന്റിലൂടെ പറയാൻ മറക്കരുത്. നന്മ, പവിത്രത, സൗമ്യത എന്നിവയുടെ പ്രതീകമാണല്ലോ തുമ്പപ്പൂ. അപ്രകാരമുള്ള ഗുണങ്ങൾ നമ്മൾ ഓരോരുത്തരിലും ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും അത്തം ദിന ആശംസകൾ. വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.